उत्तिष्ठोत्तिष्ठ मूकाम्ब उत्तिष्ठ जगदीश्वरी निद्रामुञ्च महामाये त्रिलोकीं परिपालय। ब्रह्मर्षि सिद्ध मुनिसंख उपेत्य देवी त्वद्वारदेशमधितिष्ठति दर्शनार्थम्। निद्रां जहिह्यमलभक्तजनानुकम्पे मूकाम्बिके परशिवे तव സുപ്രഭാതം. തിമിർത്ത് പെയ്യുന്ന മഴ. ഒരു കർക്കിടക പ്രഭാതം. സമയം രാവിലെ 4:55. ഭക്തസഹസ്രങ്ങൾ ഒരു വലിയ ക്യൂവിൽ മതിൽക്കെട്ടിനു വെളിയിൽ. ആ പുണ്യസങ്കേതത്തിൻ്റെ കിഴക്കേ തിരുനട അടഞ്ഞു കിടക്കുന്നു. ആദിപരാശക്തിയുടെ, മഹാകാളിയുടെയും മഹാലക്ഷ്മിയുടെയും ശ്രീ സരസ്വതിയുടെയും ഭാവങ്ങൾ ഉൾക്കൊള്ളുന്ന ശ്രീ മൂകാംബികയുടെ അതിപാവനമായ പുണ്യമായ ക്ഷേത്രസങ്കേതം. ഇതാണ് മൂകാംബിക ക്ഷേത്രം. എല്ലാ തത്വശാസ്ത്രങ്ങൾക്കും വിട. ഇവിടെ ഒന്നു മാത്രമേ ഉള്ളൂ, ഭക്തി, അചഞ്ചലമായ ഭക്തി. കൃത്യം 5 മണിക്ക് നട തുറക്കുന്നത് നോക്കി ക്ഷമയോടെ നിൽക്കുന്ന ഭക്തജനങ്ങൾ. അതാ പുരോഹിതർ എത്തിക്കഴിഞ്ഞു. ആ തിരുനട തുറന്നു കഴിഞ്ഞു. ഭക്തിയുടെ ആവേശത്തിമിർപ്പിൽ പുരുഷാരം പുരോഹിതർക്കു പിന്നാലെ ക്ഷേത്രത്തിലേക്ക്. അനുഗ്രഹവർഷം ചൊരിയുന്ന മൂകാംബികയുടെ തിരുസന്നിധിയിൽ ഒരു ദിവസം ആരംഭിക്കുന്നു. പ്രകൃതി പുണ്യതീർത്ഥമൊഴിച്ച് ക്ഷേത്രമാകെ ശുദ്ധി ചെയ്തിരിക്കുന്നു. നാമജപത്താൽ ഭക്തന്റെ മനസ്സും. ശത്രുസംഹാരകയായ സർവൈശ്വര്യദായകയായ വിദ്യാകലാദേവതയായ ശ്രീ മൂകാംബിക ലോകത്തിൻ്റെ അമ്മയായി പത്മാസനത്തിലിരുന്ന് 4 കൈയാൽ ഭക്തനെ അനുഗ്രഹിക്കുന്ന അഭൗമ തേജസ്സുള്ള ആ വിഗ്രഹം. അറിയാതെ മനസ്സിൽ ദേവീസ്തോത്രം പ്രകമ്പനം കൊള്ളുന്നു. ഞാൻ ഇന്ന് ശ്രീ മൂകാംബിക ക്ഷേത്രത്തിലാണ്. എന്താണ് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം? ലോകത്തിലുള്ള സകല മതവിശ്വാസങ്ങളിലും ആരാധനാ സമ്പ്രദായങ്ങളിലും ഇത്രമാത്രം സ്ത്രീരൂപത്തിലുള്ള ദൈവസങ്കല്പവും ദേവീ ആരാധനയുമുള്ള ഒരേ ഒരു മതം ഹിന്ദുമതം തന്നെ. നാം സ്ത്രീയെ ശക്തിയായി കരുതുന്നു. ഇതിനൊക്കെ മുകളിലായി അമ്മ എന്ന മഹാസങ്കല്പം, പ്രപഞ്ച സത്യം. ഈ നടയിൽ നിന്ന് പ്രാർത്ഥനയോടെ ആഗ്രഹിച്ചത് എന്തും ദേവി തന്നിരിക്കും. സ്വച്ഛന്തമൊഴുകുന്ന സൗവർണികാ നദി. മഴക്കാലത്ത് അവളുടെ ഭാവം തീക്ഷ്ണമാണ്, വേനൽക്കാലത്ത് ശാന്തമാണ്. ഈ തെളിനീരിന് ഔഷധ ഗുണമുണ്ടെന്ന് പറയുന്നു. ഈണവും താളവും മാറ്റി മാറ്റി ദേവീസ്തുതി ചെയ്യുന്ന സൗവർണിക ഒരു വശത്തും കോടമഞ്ഞു മൂടിയ കുടജാദ്രി മലനിരകൾ മറുവശത്തും. നമസ്കാരമന്ത്രം ജപിക്കുന്ന സൗവർണികയും തപസ്സനുഷ്ഠിക്കുന്ന കുടജാദ്രി മലനിരകളും. ഇവയുടെ നടുക്കായി സ്ഥിതി ചെയ്യുന്ന പാവന പുണ്യസങ്കേതം മൂകാംബിക ക്ഷേത്രം. വേദവ്യാസന്റെ സ്കന്ദപുരാണത്തിൽ ശിവൻ പുത്രനായ സ്കന്ദനോട് മൂകാംബികയുടെ കഥ പറയുന്നതായി കാണുന്നു. 3-ാം മന്വന്തരത്തിൽ മഹാരണ്യപുരം എന്ന പേരിൽ പ്രസിദ്ധമായിരുന്ന ഈ പ്രദേശം ഘോരവനമായിരുന്നു. ഇന്നും വനദേവതയെ ക്ഷേത്ര സമീപം പൂജിച്ചു വരുന്നു. കാട്ടുമൃഗങ്ങളുടെ വിഹാരകേന്ദ്രമായിരുന്ന ഈ വനത്തിലൂടെ സ്വച്ഛന്തമായി, തരളിതയായി, കുളിരായി, മംഗളദായകയായി സൗവർണിക ഒഴുകുന്നു. ഈ മഹാനദിയും അതിൻ്റെ ശാലീനവും ദിവ്യവുമായ തീരവും കണ്ട് തപസ്സനുഷ്ഠിക്കാൻ ഏറ്റവും നല്ല സ്ഥലമെന്ന് നിശ്ചയിച്ച് മഹാതപസ്യയായ കോലമഹർഷി ഇവിടെ എത്തി. അദ്ദേഹം പർണാശ്രമം ചമച്ച് തപസ്സാരംഭിച്ചു. അങ്ങനെ ഈ പ്രദേശം കോലപുരമായി അറിയപ്പെടാൻ തുടങ്ങി. ഇത് ലോപിച്ചാണ് പിൽക്കാലത്ത് കൊല്ലൂർ എന്ന പേരെത്തിയത്. ഏറെ താമസിയാതെ കംഹാസുരൻ എന്ന അസുരൻ ഈ പ്രദേശത്തിന്റെ ഭംഗി കണ്ട് ഇവിടെ താമസം ആരംഭിച്ചു.
കംഹാസുരന്റെ ക്രൂരതകളിൽ മനംതൊന്ത ആശ്രമവാസികളും ഋഷിമാരും കോലമഹർഷിയുമെല്ലാം ദേവന്മാരെ ഭജിച്ച് ഈ അസുരനെ നിഗ്രഹിക്കാൻ പ്രാർത്ഥിച്ചു. അതേസമയം ഈ അസുരനും ശിവപ്രീതിക്കായി ഘോര തപസ്സനുഷ്ഠിച്ചു. സംപ്രീതനായ ശിവൻ കംഹാസുരന്റെ സമീപം പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ അപകടം മനസ്സിലാക്കിയ ദേവന്മാരും മുനിമാരും സാക്ഷാൽ ദേവിയെ പ്രാർത്ഥിക്കുകയും കംഹാസുരനിൽ നിന്നും തങ്ങളെ രക്ഷിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. ദേവി തന്റെ ശക്തിയാൽ കംഹാസുരനെ ക്ഷണനേരം കൊണ്ട് മൂകനായി മാറ്റി. അതിനുശേഷം ഈ അസുരൻ മൂകാസുരൻ എന്ന പേരിൽ അറിയപ്പെട്ടു. മൂകനായി പോയതുകൊണ്ട് തന്നെ ശിവഭഗവാനോട് വരം ചോദിക്കാനാകാതെ മൂകാസുരൻ വിഷണ്ണനായി. പിന്നീട് ദേവി ത്രിമൂർത്തികളുടെ ശക്തി ആവാഹിച്ചെടുത്ത് ആദിപരാശക്തിയുടെ ഭാവത്തിൽ ഈ അസുരനെ നിഗ്രഹിച്ചു. അസുര നിഗ്രഹത്തിന് ശേഷം എല്ലാ ഋഷിമാരും മൂകാംബിക നമോ നമ എന്ന മന്ത്രം ജപിക്കുവാൻ തുടങ്ങി. പ്രപഞ്ചശക്തിയുടെ കേന്ദ്രഭാവം, വരപ്രദായിനിയുടെ മോഹനരൂപം, കാളിമാതാവിന്റെ ഭാവം, ലക്ഷ്മീദേവിയുടെ ഭാവം, സരസ്വതീ ഭാവം, ഇതെല്ലാം ഒന്നിച്ചു ചേർന്ന പ്രപഞ്ചത്തിന്റെ ഊർജ്ജശക്തി, ആദിപരാശക്തി. ഇപ്പോൾ ക്ഷേത്ര ശ്രീകോവിലിരിക്കുന്ന അതേ സ്ഥലത്ത് ഒരു ശിവലിംഗം സ്വയംഭൂവായി ഉയർന്നു വന്നു. പരശുരാമൻ പ്രതിഷ്ഠാകർമ്മങ്ങൾ നടത്തിയെന്നും ഐതിഹ്യമുണ്ട്. ഈ ശിവലിംഗത്തെ 2 ഭാഗങ്ങളാക്കിക്കൊണ്ട് ഒരു സുവർണരേഖയും, വലതുഭാഗം ചെറുതും ഇടതുഭാഗം വലുതുമായി ഈ സുവർണരേഖ ശിവലിംഗത്തെ 2ആയി ഭാഗിച്ചിരിക്കുന്നു. വലതുഭാഗത്ത് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ ത്രിമൂർത്തികൾ വസിക്കുന്നു. ദേവി ആദിപരാശക്തിയായി ഇടതുഭാഗത്തും കാളിയായി, ലക്ഷ്മിയായി, സരസ്വതിയായി കുടികൊള്ളുന്നു. ഇന്നും ഈ ശിവലിംഗമാണ് മൂകാംബികയിലെ മുഖ്യപ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? വിശ്വസിച്ചേ മതിയാവൂ. അവിടുത്തെ മുഖ്യപ്രതിഷ്ഠ ഇതുതന്നെ. പ്രസിദ്ധങ്ങളായ 108 ശിവക്ഷേത്രങ്ങളുടെ പട്ടികയിൽ മൂകാംബിക ക്ഷേത്രമുണ്ട്. പക്ഷേ ഈ ശിവലിംഗത്തിന്റെ പ്രത്യേകത, മറ്റെങ്ങുമില്ലാത്ത മാഹാത്മ്യം, ഇതിൽ ബ്രഹ്മാവുണ്ട്, വിഷ്ണുവുണ്ട്, ശിവനുണ്ട്. ഇതിനൊക്കെ അപ്പുറത്ത് സാക്ഷാൽ ആദിപരാശക്തിയുണ്ട്. ഇതെല്ലാം ചേർന്നതാണ് മൂകാംബിക. ഇതെല്ലാമാണ് മൂകാംബിക. അതിനാൽ തന്നെ 108 ദുർഗാലയങ്ങളുടെ പട്ടികയിലും ഈ ക്ഷേത്രമുണ്ട്. പ്രപഞ്ചത്തിന്റെ ലയം, താളം, ഭക്തിയുടെ അലൗകികമായ സ്പന്ദനം, ഊർജത്തിന്റെ അനന്തമായ പ്രഭാവം, നാദവും സ്വരവും ഗീതവും വിദ്യയും സൗന്ദര്യവും നിറഞ്ഞു നിൽക്കുന്ന പുണ്യസങ്കേതം. അമ്മേ മൂകാംബികെ എന്ന് ആർദ്രമായ മനസ്സുകൾ ഉറക്ക വിളിക്കുന്നു. ദിവ്യക്ഷേത്രം. ഈ തിരുമുറ്റത്ത് കാലുവെക്കുമ്പോൾ ഏതൊരു മനുഷ്യന്റെയും മനസ്സിനുള്ളിൽ തിരയടിക്കുന്ന അഭൗമമായ ശാന്തത, ഭക്തിയുടെ നിറവ്, കാരുണ്യത്തിന്റെ നിറകുടമായ ആദിപരാശക്തിയുടെ തേജോമയമായ വിഗ്രഹം. ഐതിഹ്യത്തിലേക്ക് തന്നെ മടങ്ങിവരാം. കാലം പിന്നെയും പോയപ്പോൾ ആദിശങ്കരാചാര്യർ ഈ ക്ഷേത്രം സന്ദർശിക്കുകയുണ്ടായി. കാലാതിവർത്തിയായി നിൽക്കുന്ന സ്വർണരേഖയാൽ അലങ്കൃതമായ ജ്യോതിർലിംഗത്തിന് പുറകിലായി അതിനോട് ചേർന്ന് പഞ്ചലോഹ നിർമ്മിതമായ ആദിപരാശക്തിയുടെ മൂകാംബികയുടെ പ്രതിഷ്ഠാകർമ്മം ശങ്കരാചാര്യർ നിർവഹിച്ചു. ശ്രീചക്രപീഠത്തിന്റെ കേന്ദ്രബിന്ദുവിൽ ഉപവിഷ്ടയായിരിക്കുന്ന ദേവി, ആ കമനീയ വിഗ്രഹത്തിലേക്ക് നോക്കൂ. അതേപ്പറ്റി വർണ്ണിക്കുമ്പോൾ ക്ഷേത്രത്തിന്റെ മുഖ്യ പുരോഹിതനായി ദീർഘകാലം സേവനമനുഷ്ഠിച്ച ശ്രീ നരസിംഹ അടിക വാചാലനാകുന്നു. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി സ്വരൂപിണിയായുള്ള മൂകാംബികയിലാണ് ഇവിടെ പൂജ. നാം പലരും ധരിച്ചിരിക്കുന്നതുപോലെ കാളീഭാവത്തിലും ലക്ഷ്മീഭാവത്തിലും സരസ്വതീഭാവത്തിലും ഇവിടെ പ്രത്യേക പൂജകൾ ഇല്ല എന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുന്നു. ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ആദിപരാശക്തിയുടെ ഭാവത്തിലാണ് ഇവിടെ പൂജകൾ നടക്കുന്നത്. പത്മാസനത്തിൽ ഇരിക്കുന്ന ആ വിഗ്രഹത്തിലേക്ക് നോക്കൂ. സിംഹാസനസ്ഥയായ രാജ്ഞിയുടെ ഭാവം, ശ്രീചക്രത്തിൽ കുടിയിരിക്കുന്ന ആദിപരാശക്തി. 4 കരങ്ങൾ, 3 നയനങ്ങൾ. ഇടതുവശത്ത് മുകൾ കൈയിൽ ശംഖ്, വലതു മുകൾ കൈയിൽ ചക്രം, ഇടത് താഴത്തെ കൈയിൽ അഭീഷ്ടമുദ്ര. താഴേക്ക് കൈവച്ചിരിക്കുന്ന ഈ മുദ്ര സർവ്വവരദാനവും ഭക്തന് നൽകുന്നതിൻ്റെ പ്രതീകമാണ്. വലത് കൈക്ക് അഭയമുദ്ര. ഭക്തന് സുരക്ഷ, സംരക്ഷണം, ഭയനാശനം, അനുഗ്രഹം ഇവയെ പ്രതിനിധാനം ചെയ്യുന്നു. വലത് കണ്ണ് സൂര്യന്റെ പ്രതീകം, പ്രവൃത്തി നിരതയ്ക്കുള്ള അനുഗ്രഹം തന്നെ. ഇടത് കണ്ണ് ചന്ദ്രന്റെ പ്രതീകം, ആഗ്രഹ സാക്ഷാത്കാരം നൽകുന്നു എന്ന് വിശ്വാസം. 3-ാം കണ്ണ് അഗ്നിയെ പ്രതിനിധാനം ചെയ്യുന്നു, വിദ്യയും അറിവും സദാ ഭക്തന് നേടിക്കൊടുക്കുന്നു എന്ന് വിശ്വാസം.
അത്ഭുതങ്ങളുടെയും അനുഭവ സാക്ഷ്യങ്ങളുടെയും ഒരു വലിയ ചരിത്രം തന്നെ ഇവിടെയുണ്ട്. ഇവിടെ വന്ന് ശ്രീ മൂകാംബികയെ ദർശിച്ച് ജീവിത വിജയം നേടിയവരിൽ അതിപ്രശസ്തർ മുതൽ സാധാരണക്കാർ വരെ. വിദ്യാവിജയം, കലാപരമായ മേഖലയിലെ ഉന്നത വിജയം, സാമ്പത്തിക ബാധ്യതാ മോക്ഷം, വിവാഹലബ്ധി, സന്താനലബ്ധി, ഉദ്യോഗലബ്ധി, സർവൈശ്വര്യ നേട്ടം തുടങ്ങി നിങ്ങൾ മനസ്സ് തുറന്ന് എന്തു ചോദിക്കുന്നുവോ അത് അമ്മ സാധ്യമാക്കിത്തരും. അതിനാൽ തന്നെ ജാതി മത വർണ്ണ വർഗ ഭേദമില്ലാതെ ആയിരക്കണക്കിന് വിശ്വാസികൾ അമ്മേ എന്ന മന്ത്രത്തോടെ ദിവസവും ക്ഷേത്രത്തിലെത്തുന്നു. മൂകാംബികയിലെ ഏറ്റവും വലിയ പ്രത്യേകതയും പ്രാധാന്യവും ഇവിടുത്തെ വിഗ്രഹം തന്നെ. എല്ലാം അടങ്ങിയിരിക്കുന്ന വിഗ്രഹ സങ്കല്പം. ത്രിമൂർത്തികളും 3 ദേവിമാരും. ഇത്തരം സങ്കല്പം ലോകത്തിൽ മറ്റൊരിടത്തും കാണാനാവില്ല. നമുക്ക് ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കാം. കിഴക്കേ ഗോപുരവാതിൽ കടന്നെത്തുന്ന ഭക്തന്റെ മുമ്പിൽ അതിഗംഭീരമായ സ്വർണ്ണക്കൊടിമരം, അതിനോട് ചേർന്ന് തന്നെ ഉയരത്തിലുള്ള വിളക്കുസ്തൂപം. നേരെ ഉള്ളിലേക്ക് നടന്നാൽ ഉള്ളിലെ നടവാതിലിന് മുകളിൽ കൊത്തിവെച്ചിരിക്കുന്ന ഗണപതി വിഗ്രഹം. ഗണപതിയെ വണങ്ങി മുൻപിലേക്ക് നോക്കുന്ന ഭക്തന്റെ മുമ്പിൽ ആ തിരുനട തുറന്നിരിക്കുന്നു. സർവാഭരണഭൂഷിതയായി അലങ്കാരപൂജ സ്വീകരിക്കുന്ന മൂകാംബിക അമ്മ. ഒരു നിമിഷം നമ്മുടെ നയനങ്ങൾ അശ്രുപൂരിതങ്ങളാകും. അമ്മയുടെ ചൈതന്യവത്തായ ആ വിഗ്രഹം നമ്മുടെ മനസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ എല്ലാ ഭൗതിക സുഖങ്ങൾക്കും അപ്പുറം നാം ഏതോ ആനന്ദലോകത്തേക്ക് പോകും. ധന്യമായ നിമിഷം, പുണ്യമായ നിമിഷം. ഇത് അനുഭവിക്കണം. ജീവിതത്തിൽ ഒരിക്കൽ അമ്മയെ ദർശിച്ച ഓരോരുത്തരും വീണ്ടും വീണ്ടും ഇവിടെ വരും. ഈ ആനന്ദ സായുജ്യത്തിന് 2 തുള്ളി അശ്രുക്കൾ നമ്മുടെ കണ്ണുകളിൽ നിറയുമ്പോൾ നാം അനുഭവിക്കുന്ന ആത്മസുഖത്തിന് ഇവിടെ ഭക്തിയുടെ പാരമ്യതയിൽ നാം എത്തിച്ചേരും. കൺകുളിർക്കെ മനം നിറയെ ദേവിയെ കണ്ടു വണങ്ങാം. പഞ്ചലോഹ നിർമ്മിതമായ ചതുർബാഹുവായ ദേവി പത്മാസനത്തിലിരിക്കുന്നു. ശ്രീചക്രത്തിന്റെ കേന്ദ്രസ്ഥാനത്ത് തന്നെ. തൊട്ടു മുമ്പിൽ അതാ നാം നേരത്തെ പറഞ്ഞ സുവർണരേഖാലങ്കൃതമായ ജ്യോതിർലിംഗം. മതി, ഇതു മതി, ഇതുമാത്രം മതി. ജന്മപുണ്യം, മുജ്ജന്മ സുഹൃതം. ജന്മഭാരങ്ങളുടെ വിഴുപ്പുകൾ ഇവിടെ ഇറക്കി വെക്കാം. ദേവിയെ നമിച്ച് പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ഗണപതിയുടെ ചെറിയ ശ്രീകോവിൽ, അതും കടന്ന് മുന്നോട്ടു പോയാൽ തെക്കു പടിഞ്ഞാറേ മൂലയിൽ ശ്രീ ശങ്കരാചാര്യ പീഠവും വിഗ്രഹവും. അതിനു മുമ്പിലെ ചെറിയ മണ്ഡപത്തിൽ അല്പനേരം നമുക്ക് ധ്യാനിച്ചിരിക്കാം. അമ്മയുടെ ശ്രീകോവിൽ കഴിഞ്ഞ് ഗണപതിയെ വന്നിച്ച് ശങ്കരപീഠത്തിന് സമീപം നിന്ന് കിഴക്കോട്ട് നോക്കിയാൽ പ്രഭാത സൂര്യന്റെ അരുണരശ്മികൾ അമ്മയുടെ ശ്രീകോവിലിലെ സ്വർണ്ണവർണ്ണമുള്ള മേൽക്കൂരയിൽ തട്ടി ശങ്കരപീഠത്തിലേക്ക് പ്രതിഫലിക്കുന്ന കാഴ്ച. ഇതിന്റെ ഭംഗി പറയാൻ വാക്കുകളില്ല. അല്ലെങ്കിൽ തന്നെ പ്രപഞ്ചത്തിന്റെ ഊർജത്തിന്റെ ഉറവിടമായ അമ്മയിൽ നിന്നും കോടാനുകോടി ഭക്തരിലേക്ക് അനുനിമിഷം പകർന്നുവരുന്ന ആ ഊർജകിരണങ്ങൾക്ക് മുമ്പിൽ നാം കാണുന്ന സൂര്യരശ്മിക്കോ അതിന്റെ പ്രതിഫലന രശ്മിക്കോ എന്തു വില? ദർശനം കഴിഞ്ഞു വരുന്ന ഓരോ ഭക്തനും ആ ഊർജപ്രവാഹത്തിന്റെ അഭൗമവും അലൗകികവുമായ അനുഭവത്തിൽ മനസ്സും ആത്മാവും ആധ്യാത്മികതയുടെ ഔന്നത്യ മേഖലയിലല്ലേ എത്തപ്പെടുന്നത്. അതിനുശേഷം ധ്യാനാവസ്ഥയിലുള്ള ശങ്കരാചാര്യരെയും ഒപ്പം ശങ്കരപീഠവും നാം കാണുന്നു. ദേവീ പ്രസാദത്താൽ ഉന്നതമായ നിലയിലെത്തിയ ഭക്തന്റെ മനസ്സിനെ ഏകാഗ്രമായി ധ്യാനനിരതനാക്കുന്ന മണ്ഡപം. ഞാനും നീയും ഒന്നുതന്നെ എന്ന് നമ്മെ പഠിപ്പിച്ച ആദിശങ്കരൻ. ലൗകിക സുഖങ്ങളുടെ ക്ഷണികവും മായാബന്ധിതവുമായ നമ്മുടെ ലോകം നശ്വരമാണെന്നും യഥാർത്ഥ സത്യം അതിനൊക്കെ മുകളിലാണെന്നും നമ്മെ പഠിപ്പിച്ച ശ്രീ ശങ്കരാചാര്യർ. ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ എന്ന് മനസ്സ് അറിയാതെ പറയുമ്പോൾ ശങ്കരാചാര്യസ്വാമിയുടെ ചേതനാപൂർണമായ വിഗ്രഹത്തിന്റെ വലത്തെ കരം നമ്മെ അനുഗ്രഹിക്കുന്നതായി തോന്നിപ്പോകും. അദ്വൈത വേദാന്തത്തെ നമുക്ക് പഠിപ്പിച്ചു തന്ന ശ്രീശങ്കരൻ മൂകാംബിക പ്രതിഷ്ഠയ്ക്ക് ശേഷം ഇവിടെ ഇരുന്ന് ധ്യാനിച്ചു എന്ന് ഐതിഹ്യം. സൗന്ദര്യലഹരി എന്ന അതിശ്രേഷ്ഠമായ ദേവീസ്തോത്രം രചിച്ചതും ഇവിടെ ഇരുന്നാണെന്ന് പറയപ്പെടുന്നു. അമ്മേ മൂകാംബികെ. ശങ്കരപീഠത്തിലെ ധ്യാനത്തിനു ശേഷം വടക്കേ നടയിലൂടെ നമുക്ക് പുറത്തേക്കിറങ്ങാം. വീണ്ടും കിഴക്കോട്ട് നടക്കുമ്പോൾ വടക്ക് കിഴക്കേ മൂലയിൽ ദേവിയുടെ സംരക്ഷകനായി കരുതിപ്പോരുന്ന വീരഭദ്രസ്വാമിയുടെ ശ്രീകോവിൽ. വീരഭദ്രസ്വാമിയെയും തൊഴുത് വീണ്ടും കിഴക്കേ നടയിലെ കൊടിമരച്ചുവട്ടിൽ. അവിടെ നിന്നും നമുക്ക് വെളിയിലെ പ്രദക്ഷിണ വഴിയിലൂടെ നടക്കാം. ആദ്യം നാം കാണുന്നത് മുരുകന്റെ ചെറിയ ശ്രീകോവിൽ. അതിനോട് ചേർന്നാണ്
വിശ്വപ്രസിദ്ധമായ സരസ്വതി മണ്ഡപം. കീർത്തനങ്ങളും സംഗീതവും വിവിധ സംഗീതോപകരണങ്ങളുടെ മംഗളനാദവും കൊണ്ട് എപ്പോഴും മുഖരിതമായിരിക്കുന്ന സരസ്വതി മണ്ഡപം. തളികയിലെടുത്ത അരിയിൽ ആദ്യാക്ഷരം കുറിക്കുന്ന കുരുന്നുകൾ സരസ്വതി മണ്ഡപത്തിലെ സ്ഥിരം കാഴ്ചയാണ്. എല്ലാ ദിവസവും വിദ്യാരംഭം നടത്തുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്ന്. വിദ്യാരംഭവും സംഗീത പഠനാരംഭവും അടക്കം എന്തും തുടക്കമിടാൻ ഏറ്റവും അനുയോജ്യമായ സന്നിധാനം. അതാണ് ഈ പുണ്യഭൂമി. പ്രശസ്തരും അല്ലാത്തവരുമായ ഗായകരും സംഗീത വിദ്യാർത്ഥികളും ഇവിടെയിരുന്ന് ഗാനാർച്ചന നടത്താറുണ്ട്. എല്ലാം കേട്ട് അനുഗ്രഹവർഷം ചൊരിഞ്ഞ് സാക്ഷാൽ മൂകാംബിക. പ്രദക്ഷിണ വഴിയിൽ പടിഞ്ഞാറേക്ക് നടന്നാൽ ക്ഷേത്രത്തിന്റെ തെക്കുവശത്തായി ഇവിടുത്തെ പ്രധാന വഴിപാടായ ചണ്ഡികാഹോമം നടക്കുന്ന സ്ഥലം കാണാം. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് വശത്ത് തെക്കേ മൂലയിൽ ശിവൻ പ്രാണലിംഗേശ്വരനായിരിക്കുന്നു. വടക്കോട്ട് നടക്കുമ്പോൾ അടുത്ത ശ്രീകോവിലിൽ ശ്രീ പാർത്ഥീശ്വരൻ, പിന്നീട് പഞ്ചമുഖ ഗണപതി, അതിനുശേഷം ചന്ദ്രമൗലേശ്വരൻ, അതിനുശേഷം നഞ്ചുണ്ടേശ്വർ, പിന്നീട് പടിഞ്ഞാറേ ഗോപുരവാതിൽ. അതിലൂടെ പുറത്തേക്ക് കടന്നാൽ കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന വേദിയും കാണികൾക്കിരിക്കാനുള്ള വലിയ ഹാളും. മിക്കവാറും എല്ലാ ദിവസങ്ങളിലും വിവിധ നൃത്തങ്ങളുടെ അരങ്ങേറ്റം ഈ വേദിയിൽ നടക്കാറുണ്ട്. ക്ഷേത്രമതിൽക്കെട്ടിനു വെളിയിൽ നാഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രവും കാണാം. അതിനോട് ചേർന്ന് ആധുനിക രീതിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഭോജനശാല. എല്ലാ ദിവസവും ഇവിടെ 3 നേരങ്ങളിലും അന്നദാനം നടക്കുന്നു. നാഗപ്രതിഷ്ഠയെ തൊഴുത് നാം വീണ്ടും പടിഞ്ഞാറേ നടയിലൂടെ അകത്തെ പ്രദക്ഷിണ വഴിയിൽ കയറുന്നു. വീണ്ടും പ്രദക്ഷിണം പൂർത്തിയാക്കാൻ വടക്ക് ദിക്കിലേക്ക്. ആദ്യം നാം കാണുന്നത് ഭക്തർ നെയ്വിളക്ക് വഴിപാട് നടത്തുന്നതാണ്. അതിനുശേഷം കാണുന്ന ചെറിയ ശ്രീകോവിലിൽ നിവർന്നു നിൽക്കുന്ന ആഞ്ജനേയ വിഗ്രഹം. തൊട്ടടുത്തായി മറ്റൊരു ശ്രീകോവിലിൽ വെങ്കിട്ടരമണ വിഗ്രഹം. അങ്ങനെ നാം വടക്കു പടിഞ്ഞാറേ മൂലയിലെത്തി. അവിടെ നിന്നും വീണ്ടും കിഴക്കോട്ട് നടക്കുമ്പോൾ ഇടതുവശത്തായി സങ്കല്പ മണ്ഡപം കാണാം. വടക്ക് കിഴക്കേ മൂലയിൽ വീണ്ടും ഒരിക്കൽ കൂടി വീരഭദ്രസ്വാമിയെ വന്ദിച്ച് പ്രധാന നടയുടെ മുമ്പിലുള്ള കൊടിമരത്തിന് സമീപമെത്തി അമ്മയെ വീണ്ടും തൊഴുത് നമുക്ക് പുറത്തിറങ്ങാം. ദിവസവും പ്രഭാതത്തിൽ 5 മണിക്ക് ക്ഷേത്രനട തുറക്കുന്നു. ജ്യോതിർലിംഗത്തിൽ അഭിഷേകത്തോടെ നടക്കുന്ന പൂജകൾ രാത്രി 8:30 അവസാനിക്കുന്നു. രാത്രി 9 മണിക്ക് രോഗസംഹാരിയായ കഷായം പ്രസാദമായി വിതരണം ചെയ്യുന്നു. ഇത് സർവ്വവ്യാധികൾക്കും ഉത്തമ ഔഷധമാണെന്ന് പറയുന്നു. ഇന്നും ഇവിടുത്തെ പൂജാവിധികൾ ശങ്കരാചാര്യർ നിർദ്ദേശിച്ച വിജയാഗമ സമ്പ്രദായത്തിലാണ് നടക്കുന്നത്. ഇത് ഒരു ശൈവ പൂജാ സമ്പ്രദായമാണെന്നതാണ് ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങളിൽ താന്ത്രിക വിധിപ്രകാരമുള്ള പൂജകൾ നടക്കുമ്പോൾ ആഗമ സമ്പ്രദായത്തിലാണ് ഇവിടുത്തെ പൂജകൾ എന്ന് സാരം. ശൈവ സമ്പ്രദായമാണെങ്കിലും ശാക്തേയവും ഈ പൂജാവിധികളിൽ നിലനിൽക്കുന്നു എന്ന് പണ്ഡിതമതം. വൈകുന്നേരത്തെ പൂജകൾ, പ്രദോഷ പൂജ, ഏറെ പ്രാധാന്യമുള്ളതാണ്. പൂജാസമയത്ത് പ്രത്യേക വാദ്യോപകരണങ്ങളുടെ നാദധാരയും മണിനാദവും ക്ഷേത്രത്തിൽ ഉത്സവ പ്രതീതി ജനിപ്പിക്കുന്നു. ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായി ഭക്തർ ഈ പൂജ ദർശിച്ച് ദേവിയെ വണങ്ങുന്നു. പൂജയ്ക്ക് ശേഷമുള്ള ശീവേലി കണ്ടു നിൽക്കുന്ന ഭക്തന്റെ മനസ്സിൽ അമ്മ നിറഞ്ഞു നിൽക്കും. അത്രയ്ക്ക് ഭക്തിസാന്ദ്രമായ ഒരു ചടങ്ങാണിത്. നവരാത്രി ദിനങ്ങളാണ് ഇവിടത്തെ ഏറ്റവും പ്രധാന ഉത്സവ ദിനങ്ങൾ. ഈ സമയത്ത് ഭക്തസഹസ്രങ്ങൾ മണിക്കൂറുകൾ കാത്തുനിന്നാണ് അമ്മയെ ദർശിക്കുന്നത്. വർഷത്തിലെ എല്ലാ ദിവസങ്ങളിലും വിദ്യാരംഭം നടത്തുമെങ്കിലും നവരാത്രി കാലത്തെ വിജയദശമി നാളാണ് ഇതിന് ഏറ്റവും അനുയോജ്യം. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലായി 9 ദിവസങ്ങളിലായി നടക്കുന്ന രഥോത്സവമാണ് എടുത്തു പറയേണ്ട ആഘോഷം. 8ാം ദിവസം നടക്കുന്ന മഹാരഥോത്സവത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കാറുണ്ട്.
ചണ്ഡികാ ഹോമമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട്. 7 പുരോഹിതർ 700 പ്രാവശ്യം ദേവീ മാഹാത്മ്യ ശ്ലോകങ്ങൾ ജപിക്കുകയും 700 പ്രാവശ്യം പായസ നിവേദ്യം അഗ്നിയിൽ ഹോമിക്കുകയും ചെയ്യുന്നു. ഭക്തിനിർഭരമായ ഒരു വഴിപാടാണിത്. ചണ്ഡികാഹോമം കൂടാതെ നെയ്വിളക്ക്, ത്രിമധുരം, പായസ നിവേദ്യം, സർവാലങ്കാര പൂജ, കുങ്കുമാർച്ചന എന്നിവയും ഭക്തർ വഴിപാടായി നടത്തുന്നു. കർണാടകയിലെ ഉടുപ്പി ജില്ലയിലെ ബൈണ്ടൂർ താലൂക്കിലെ കൊല്ലൂർ എന്ന സ്ഥലത്തുള്ള മൂകാംബിക ക്ഷേത്രം മംഗലാപുരത്തു നിന്നും ഏകദേശം 150 കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിൽ നിന്നു വരുന്ന ഭക്തർക്ക് കുന്താപുര റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ അവിടെ നിന്നും 32 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മൂകാംബികയിലെത്താം. ഭക്തവത്സലയും അഭീഷ്ടവരദായനിയുമായ മൂകാംബിയെ സ്തുതിക്കൂ. ഈ ക്ഷേത്രവാതിൽ കടക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ ദുഃഖങ്ങൾ അവസാനിക്കുന്നുവെന്ന്. ജന്മജന്മാന്തരങ്ങളായി ചെയ്ത പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് മോക്ഷത്തിന്റെ പാതയിലേക്ക് നമ്മെ നയിക്കുവാൻ ആ പത്മാസനസ്ഥയ്ക്ക് അഭീഷ്ടമുദ്രയും അഭയമുദ്രയുമായി ഇരിക്കുന്ന ആദി പരാശക്തിക്ക് മാത്രമേ കഴിയൂ. ഇല്ല, മതി വരുന്നില്ല. എത്ര തൊഴുതിട്ടും മതി വരുന്നില്ല. ഇത് പുണ്യമാണ്, ഇത് സായുജ്യമാണ്, ഇത് മുജ്ജന്മ സുഹൃതമാണ്, ഇത് മോക്ഷദായകമാണ്. ഈ തിരുനടയിൽ നിന്നും മടങ്ങുമ്പോൾ ഭക്തന്റെ മനസ്സ് ഇനി എന്ന് ചിന്തിക്കുമെന്ന് ഉറപ്പ്. സർവമംഗള മാംഗല്യായ ശ്രീ മൂകാംബികാ ദേവിയുടെ കൃപാകടാക്ഷം എല്ലാവർക്കും ഉണ്ടാകട്ടെ. നാരായണീ 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 നമോസ്തു